അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞല്ലോ. ഇ ഡിയുടെ വിശ്വാസത്തെക്കുറിച്ചിട്ട് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അവരുടെ അന്വേഷണ രീതികളെ കുറിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ കോടിക്കണക്കിന് രൂപ, 100 ചില്ലാൻ കോടി രൂപയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആക്ഷേപം, അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുണ്ട്, മതസ്ഥാപനങ്ങളുടെ മറ്റ് അതുപോലെ മാധ്യമ സ്ഥാപനങ്ങളുടെ മറ്റു പല വ്യക്തികളുടെയും പേരുകളുണ്ട്. എല്ലാം അന്വേഷിച്ചോട്ടെ, അന്വേഷിക്കപ്പെടണമല്ലോ. അതിൽ പേരുള്ളവരിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും അത് മേടിച്ചത് എന്തിനാണെന്നോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റേപാട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചതും മുന്നണിക്ക് വേണ്ടി ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി മേടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ടേക്ക്. പക്ഷെ ഒരാൾ ഒഴികെ അന്വേഷിക്കപ്പെടും. കാര്യം ഈ പറയുന്ന 182 കോടിയിൽ ഒരു 1.82 കോടിയോ 2.74 കോടിയോ മാത്രമാവില്ല അന്വേഷണ പരിധിയിൽ വരിക. ഈ പറയുന്ന നേതാക്കൾ ഈ പറയുന്ന സംശയാസ്പദ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം എന്തിനാണെന്ന് ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്ത ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ടാക്സ് എക്സെപ്ഷൻ ഉള്ളതാണ്. അത് ഈ പറയുന്ന ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോണ്ട് റിപ്പോർട്ടിൽ വരേണ്ടതല്ല. അത് നേതാക്കൾ കൊടുത്തു എന്ന് കരുതി തള്ളിക്കളയേണ്ട പണമാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൂടി ഇ ഡി അന്വേഷണ അക്കൗണ്ടിലുണ്ട്. ഇ ഡി അങ്ങോട്ടേക്ക് പോവില്ലെന്ന് വേറെ ചോദ്യം. അല്ല, അന്വേഷിക്കട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ മടിയിൽ കനമില്ല, അതുകൊണ്ട് ഞങ്ങള് വെള്ളം കുടിക്കാനും വാഷ്റൂമിൽ പോകാനും സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് ആളെ വിട്ട് കാർ തല്ലി പൊളിക്കാൻ വിടുന്നില്ലല്ലോ. അന്വേഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അന്വേഷിക്കേണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. ഒരാൾ മാത്രമാണ് അത് ഞാനല്ല എന്ന് പറഞ്ഞത്. അത് പിണറായി വിജയൻ. PV എന്നാൽ പിണറായി വിജയൻ എന്ന് എഴുതിയിട്ട് അത് ഞാനല്ല എന്ന് അദ്ദേഹം പറയാണ്. ബാക്കി എല്ലാവരും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, വാങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് എന്തെങ്കിലും സാധൂകരണം വേണമെങ്കിൽ അന്വേഷിക്കപ്പെടേണ്ടതാണെങ്കിൽ അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ടേക്ക്. ഇവിടെയുള്ള പ്രശ്നം എന്താ? പിണറായി വിജയന് പണം കൊടുത്തോ എന്നുള്ളതിനേക്കാൾ അപ്പുറം വീണ തൈക്കണ്ടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളാണ് അല്ലേ? മുഖ്യമന്ത്രിയായ അദ്ദേഹം ആ ഓഫീസിൽ ഇരിക്കുമ്പോൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, പരിസ്ഥിതി വകുപ്പിന്റെ മന്ത്രി ആയിരിക്കുമ്പോഴാണ് വീണ തൈക്കണ്ടിന്റെ അക്കൗണ്ടിലേക്കും അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും 2,78,00,000 രൂപ വരികയും പിന്നെ ഒരു 50 ലക്ഷം രൂപ കടമായിട്ടൊക്കെ കൊടുക്കുന്നത്. എന്റെ ചോദ്യം, അവരെന്ത് സേവനം കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് CPM-ന് അറിയില്ല, ആർക്കും അറിയില്ല, ആ കമ്പനിക്കും അറിയില്ല, കൊടുത്ത വീണയ്ക്കും അറിയില്ല, ലോകത്തിൽ ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സേവനം കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ചോദ്യം ഇതാണ്, CPM ഇതിൽ കക്ഷിയല്ല എന്നാണ് ഇവരെല്ലാം പറയുന്നത്. CPM കക്ഷി അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം? എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്? വീണയോട് CPM-ന്റെ നേതാക്കന്മാർ ചോദിച്ചോ, നിങ്ങൾ എന്ത് സേവനം ചെയ്തിട്ടാ ഈ പാർട്ടിക്കാർ മുഴുവൻ നാണം കെടുക, വീണ മറുപടി പറയണം എന്ന് വീണയോട് ചോദിച്ചോ? ഇല്ലല്ലോ. പിണറായി വിജയനും അറിയില്ല. പിണറായി വിജയൻ വേറൊരു വ്യക്തിയാണല്ലോ, വീണ വേറൊരു വ്യക്തിയാണ്. ഒന്നുകിൽ വീണ വ്യക്തമാക്കണം, അല്ലെങ്കിൽ CPM കക്ഷിയല്ലാതെ താങ്കൾ പറഞ്ഞ സാങ്കേതികമായി 100% ശരിയാണ്. പിണറായി വിജയൻ പറഞ്ഞു എന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് എന്ന് പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ പോയ കാലങ്ങളിൽ പോയ സംസ്ഥാനങ്ങളിൽ ഇ ഡിയുടെ വേട്ടയ്ക്ക് യഥേഷ്ട വിധേയമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുള്ള ഒരു പാർട്ടിയുടെ വക്താവ് വന്നിരുന്ന് ഇത് വീണയെ മാത്രം ഉദ്ദേശിച്ചുള്ള ഇ ഡിയുടെ നിഷ്കളങ്ക പണിയാണ് എന്ന് പറയാവോ? ഇൻഡോ അല്ല, ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ പറഞ്ഞ് പകുതിയാകണ തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഹാഷ്മി വെടിവെക്കല്ലേ. ഞാൻ പറയട്ടെ, എന്റെ ചോദ്യം അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്, സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDCക്ക് 14% ഷെയറുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് CMRL. ആ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് എന്തിന് പണം പോയി എന്ന് അന്വേഷിക്കാനായിട്ട് നോക്കിയപ്പോ അതിനെക്കുറിച്ചിട്ടുള്ള ഈ മറ്റേ IT റിട്ടേണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ പുറത്തു വന്നതിന് ശേഷം അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ഡയറക്ടറെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചതാരാ അറിയണ്ടേ? അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതേ KSIDC തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് 1.25 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? ഇതിൽ KSIDCക്കെതിരെ ആക്ഷേപമില്ലല്ലോ. KSIDCക്കെതിരെ ആക്ഷേപമുണ്ടോ? പിന്നെ എന്തിനാണ് KSIDC ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി 1.25 കോടി രൂപ നമ്മുടെയൊക്കെ പണത്തിൽ നിന്ന് ചെലവഴിച്ച് പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് മുന്തിയ വക്കീലിനെ കൊണ്ടുവന്നത്? ഇതിൽ മറുപടി പറയണ്ടേ? ഇത് വെറും ഒരു വീണയല്ല എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലാണ്. ഈ വീണയ്ക്ക് വേറെ കുറെ പ്രത്യേകതയുണ്ട്. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുടെ മകൾ, മുഖ്യമന്ത്രിയുടെ മകൾ, അങ്ങനെ നോക്കുമ്പോൾ AKG സെന്റർ അഡ്രസ് ആക്കി വെച്ച പഴയ പാർട്ടി സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകൾ. അപ്പൊ ചില കണക്ഷൻ വരും. അവിടെയുള്ള ചോദ്യം, ED പിണറായിയെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, ഇവരെന്തിനാ ആക്ഷേപിക്കുന്നത്? ഇനി പിണറായിയെ ചോദ്യം ചെയ്തല്ലെന്ന് പിണറായി പറയുന്നു. ഇനി പിണറായിയെ ചോദ്യം ചെയ്യാനാണ് വരുന്നത് എന്നും പറഞ്ഞാണ് ഇവരുടെ കരച്ചിലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും പിണറായിയെ ചോദ്യം ചെയ്യാൻ വരുന്നത്? മടിയിൽ കനമില്ലാത്ത സാത്വികനായിട്ടുള്ള പിണറായി വിജയനെ എന്തിന് ED ചോദ്യം ചെയ്യുമ്പോൾ ഇവർ പേടിക്കണം? അല്ലല്ല, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മണിക്കൂർ രാഹുൽ ഗാന്ധി ഇരുന്ന് കൊടുത്തില്ലേ? ഇല്ല, ED കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ടൂൾ എന്ന നിലപാട് അപ്പൊ പോയോ? 56 എന്തിനാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാമോ എന്ന് കരയുന്നത് എന്ന് ജിൻഡോ ചോദിക്കുമ്പോൾ ED കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടനായ്ക്കൾ എന്ന നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണം അപ്പോ ഇല്ലേ? ആ ആരോപണം ഉണ്ടല്ലോ.
അതുകൊണ്ടാണല്ലോ അവർ രാഷ്ട്രീയം വെച്ച് തന്നെ വേട്ടയാടുന്നത് കൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്. 112 ദിവസം ജയിലിൽ കിടന്ന ശിവശങ്കരന്റെ മുതലാളിയായിട്ടുള്ള പിണറായി വിജയനോട് ലൈഫ് മിഷൻ കോഴയെ കുറിച്ചിട്ട് ഒരു കേന്ദ്ര ഏജൻസിയും അന്വേഷിക്കാൻ വരാതെ ചോദ്യം ചോദിക്കാതിരുന്നത് കൃത്യമായ രാഷ്ട്രീയം BJP-യുടെ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള EDക്ക് ഉള്ളത് കൊണ്ടാണ് പിണറായിയെ തൊടാതെ മാറ്റി നിർത്തിയത്. ഇതും ചില നാടകമാണെന്ന് വിചാരിക്കുന്നത്. AC മൊയ്തീന്റെ കണ്ടുകെട്ടിയ സ്വത്തും ഫ്രീസ് ചെയ്ത അക്കൗണ്ടും എന്തായി നമുക്കറിയാലോ. അപ്പൊ EDയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. EDയെ 2 തട്ടിലും വെച്ച് പറയുന്നത് CPM ആണ്. എന്റെ ചോദ്യം ഇത് ഇത്രയേ ഉള്ളൂ. ഈ വേറെ ഒരു കേന്ദ്ര ഏജൻസിയും ഏതെങ്കിലും കേന്ദ്ര ഏജൻസി പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ലല്ലോ. പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം? ഏതോ ഒരു പെൺകുട്ടി, പാവപ്പെട്ട പെൺകുട്ടി അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനിയിലേക്ക് ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ പണത്തെ കുറിച്ച് അന്വേഷിക്കാൻ വരുന്നതിന് ഇവരെന്തിനാ റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നത്? വീണ തൈക്കണ്ടിലിനെതിരെ അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ എന്തിന് പ്രത്യേകിച്ച് പക്ഷപാതിത്വപരമായി ആനന്ദിക്കണം? ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ആനന്ദവും ഇല്ല, ഒന്നുമില്ല. EDയെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽപ്പെടുന്ന നേതാക്കന്മാരെ വേട്ടയാടാനോ കൂറുമാറ്റാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടൂള് മാത്രമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് EDയുടെ റോള്. അതിനപ്പുറത്തൊന്നും ഇല്ലെന്നുള്ളത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നുകൂടി ഉറപ്പിച്ച്, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് വന്ന് പ്രസംഗിച്ചത് ഏത് മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്ന് എനിക്ക് അറിയാമെന്നാ പറഞ്ഞ്. നടപടി എടുത്തില്ലല്ലോ. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ കരുവന്നൂരിന്റെ വിഷയമായിക്കോട്ടെ, സ്വർണ്ണക്കടത്തായിക്കോട്ടെ, ലൈഫ് മിഷനിൽ 112 ദിവസം ജയിലിൽ കിടന്ന ശിവശങ്കരന്റെ യജമാനൻ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ED നോട്ടീസ് വന്നു, ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പൊ മകളുടെ വിഷയം വരുന്നു. അപ്പൊ EDയുടെ താല്പര്യം ഇതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, ED ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടി അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ബാംഗ്ലൂർ പോയി ഒരു IT കമ്പനി തുടങ്ങി, അങ്ങനെ വാങ്ങിയ പണത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ED വരുന്നതിൽ CPM-ന് എന്താണ് പ്രത്യേക താല്പര്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. CPM-ന് അതിലൊരു താല്പര്യം ഉണ്ടാകണോ? പണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും സമാനമായ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കേസിൽ പെട്ടപ്പോൾ അന്ന് മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള അന്നത്തെ നേതാവ് പിണറായി വിജയൻ, ഇപ്പോഴും അദ്ദേഹം തന്നെ ഇവരുടെ നേതാവ്, അന്ന് പറഞ്ഞ എന്താ, അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാകുമല്ലോ, എന്തെങ്കിലും ഇല്ലാതെ വരില്ലല്ലോ, അതുകൊണ്ട് ആ വ്യക്തിയും കുടുംബവും തന്നെ നോക്കട്ടെ, പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകാത്തത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഉത്തരവാദിയായിട്ടുള്ള പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനി, ആ കമ്പനി അതേസമയം തന്നെ ഈ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് തന്നെ 14% ഷെയർ ഉണ്ടായിരുന്ന, KSIDCക്ക് 14% ഷെയർ ഉണ്ടായിരുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 2,78,00,000 രൂപ മകളുടെയും മകളുടെ കമ്പനിയുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് EDയോടല്ല, ശരിക്കും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരോടാ. പരിപ്പോടെയും കട്ടൻ ചായയും കഴിച്ച് നാട്ടുകാരുടെ മെക്കെട്ടും കയറി ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കി മരിച്ച ഒരുപാട് പാവപ്പെട്ട രക്തസാക്ഷികളുണ്ട് ഇപ്പോഴും. ആ ചോദ്യത്തിന് CPM മറുപടി പറയണം. ഏറ്റവും ചെറിയ പക്ഷേ വീണ മറുപടി പറയണം. എക്സാലോജിക്ക് പൂട്ടിപ്പോയ പേപ്പർ കമ്പനി ആണെങ്കിലും മറുപടി പറയണം. കാര്യം അവരുടെ പിതാവിന്റെ പേരുള്ള പാർട്ടി തെരുവിൽ അതിനുവേണ്ടി പേരുദോഷം കേൾക്കുക, അതിൽ സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൽഹി മദ്യനയ അഴിമതി കേസ് നോക്കൂ, ഇതിനേക്കാൾ കൂടുതൽ തെളിവുകളുടെ കൂമാരം ED പറഞ്ഞതല്ലേ. അരവിന്ദ് കെജ്രിവാൾ മഹാ കള്ളക്കാരനും കൊള്ളക്കാരനുമാണ് ED കണ്ടെത്തിയതല്ലേ. സത്യേന്ദ്ര ജെയിൻ, ആ മനീഷ് സിസോദിയ, ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾ ഈ പറയുന്ന കള്ളപ്പണത്തിന് കൂട്ടുന്നവർ ED പറഞ്ഞതല്ലേ. എന്തായി? അന്ന് കെജ്രിവാളിനെ തൂക്കി അകത്തിടണം എന്ന് നിലപാട് സ്വീകരിച്ചവരല്ലേ കോൺഗ്രസ്. എന്തായി? അതുകൊണ്ട് ഈ തെളിവ്, ഈ പേപ്പർ എന്നൊന്നും പറഞ്ഞ് അത് രാഷ്ട്രീയ മറുപടിയല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് P ചിദംബരം ജയിലിൽ കിടന്നില്ലേ? കർണാടകയിലെ മുഖ്യമന്ത്രി DK ശിവകുമാർ ജയിലിൽ കിടന്നില്ലേ? സോണിയാഗാന്ധി ചോദ്യം ചെയ്തില്ല. അത് പറയട്ടെ. EDക്ക് ആവശ്യമായ തെളിവ് അവിടെ ഉണ്ട്, എന്നിട്ട് കേസ് വല്ലതും ആയോ? ഒന്നും ആയില്ല. അല്ല, EDയുടെ വിശ്വാസ്യത ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞല്ലോ. EDയുടെ വിശ്വാസ്യതയ്ക്ക് ചാപ്പ കുത്തുന്നതല്ല എന്റെ പണി. EDയെ യാതൊരു തരത്തിലും വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ED ഇത്രയും കാലം വരാൻ വൈകിയതിൽ ഞങ്ങൾക്ക് ചോദ്യമുള്ളത്. എന്തുകൊണ്ട് വരാൻ വൈകി? ബാക്കി ഈ പറഞ്ഞ ഡൽഹി മദ്യനയ കേസിൽ അവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടില്ലേ? ഹേമന്ത് സോറനെ പിടിച്ചകത്തിട്ടില്ലേ? അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തുകൊണ്ടാ സ്വർണ്ണക്കടത്ത് കേസിൽ, എന്തുകൊണ്ടാ ലൈഫ് മിഷൻ കേസിൽ 112 ദിവസം ജയിലിൽ കിടന്ന ശിവശങ്കരന്റെ യജമാനൻ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതെ പോയത്? അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവരുടെ ശത്രു, ആരാണ് അവരുടെ മിത്രം. അതുകൊണ്ട് ED എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാം, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ചോദ്യം എത്രയേ ഉള്ളൂ, വീണ തൈക്കണ്ടിയിൽ കൊടുത്ത സേവനം എന്താണ്?
അത് പറഞ്ഞാൽ ഈടിയും പൊക്കോളും, സകല പേടിയും പൊക്കോളും. മടിയിൽ കനമില്ലാത്തവര് മറുപടിയല്ലേ പറയേണ്ടത്? വീണ തൈക്കണ്ടിയിൽ CMR കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? ഇതുവരെ ഒരു CPM നേതാവിനും അറിയില്ല. പക്ഷെ സകല CPM നേതാക്കന്മാരും വീണ തൈക്കണ്ടിലിനെ ന്യായീകരിക്കാൻ വേണ്ടി തെരുവിൽ തല്ലുണ്ടാക്കാൻ ഇറങ്ങുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു മറുപടി നമുക്ക് കിട്ടണ്ടേ? CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് മാത്രമല്ലെന്നേ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അതൊരു ഭരണഘടനാപരമായ പോസ്റ്റ് അല്ലേ, ഒരു ക്യാബിനറ്റ് പദവിയല്ലേ? ആ പദവിയിൽ ഇരിക്കുന്ന മനുഷ്യൻ ഇതുപോലെ തെരുവിൽ വേട്ടയാടപ്പെട്ടിട്ട് മറുപടി പറയാൻ കഴിയാതെ വീണ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്? വീണ മറുപടി പറഞ്ഞാൽ ഒന്നുകിൽ വീണ ആ കാര്യം തർക്കമില്ല. വീണ മറുപടി പറയണമെന്ന തർക്കം ഞാൻ അങ്ങനെ